ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓണൊക്കെ ആയിട്ട് നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കഴിച്ചാലും മതി വരാത്ത അത്രയും സ്വാദുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. അതിലേക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ നാളികേരക്കൊത്ത് നന്നായി നെയ്യിൽ നന്നായി വറുത്തെടുത്തത്, അതുപോലെ തന്നെ കുറച്ച് എള്ളും അതേ നെയ്യിൽ തന്നെ വറുത്തത്, പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം ചെരുകിയത്. ഇതെല്ലാം കുറച്ച് അളവിൽ മതി കേട്ടോ, കൂടുതൽ അളവിൽ വേണ്ട. ഞാൻ 2 കപ്പ് അരിപ്പൊടി കൊണ്ടാണ്, വറുത്ത അരിപ്പൊടി കൊണ്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടിക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 ചെറുപഴം നന്നായി മിക്സിയിൽ അടിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കണം. എന്നാൽ മാത്രമേ ആ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് നോക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി വേണം. ഇത് 1/2 കിലോ ശർക്കരയാണ്. ശർക്കര ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ അലിയിപ്പിച്ചെടുത്താണ് കേട്ടോ, തിളപ്പിച്ച്. ചെറിയ ചൂടുണ്ട്. നമ്മളെപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അത് റെസിപ്പിയിലേക്ക് ചെറിയ ചൂടോട് കൂടിയിട്ട് ശർക്കര ഒഴിക്കുന്നതാണ് നല്ലത്. നന്നായി പൊന്തി വരാനും നല്ല സോഫ്റ്റ് ആവാനും അതൊരു ടിപ്പാണ് കേട്ടോ ഇതിൽ. അപ്പം നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കലക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർക്കണം. ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ്സും നല്ല പഞ്ഞി പോലെ ആവാനായിട്ടാണ് കേട്ടോ മൈദ ചേർക്കുന്നത്. ഇത് 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് മൈദ, അങ്ങനെയാണ് ഇതിൻ്റെ അളവ്. മൈദ നമുക്ക് ചേർക്കാം. മൈദ എടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടിയും മൈദയും കൂടി നന്നായി മിക്സ് ആവാനാണ്. അപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ശർക്കരപ്പാനി ചേർത്ത ശേഷം ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചൂടുള്ള പാനിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ചെറിയ ചൂടുള്ള വെള്ളം കൂടി കുറച്ച് ഇതിൽ ആഡ് ചെയ്യാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ച് ലൂസായിട്ടും, അതുപോലെ തന്നെ വല്ലാണ്ട് നല്ല കട്ടിയാവാൻ പാടില്ല, നല്ല കട്ടി കുറയാനും പാടില്ല. ആ രീതിയിൽ വേണം ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് കാണുമ്പോൾ അറിയാലോ ഇതെങ്ങനെയാണ് എടുക്കാമെന്ന്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരക്കൊത്തും അതുപോലെ തന്നെ എള്ളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എള്ള് ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ കൂടുതലാവാൻ പാടില്ല, എന്നാലൊട്ട് വേണം താനും. നാളികേരക്കൊത്ത്, പിന്നെ നാളികേരം ചെരുകിയത് വറുത്തത് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൽ ശർക്കരപ്പാനി ചേർക്കുന്ന അളവൊന്നും പ്രത്യേക അളവൊന്നുമില്ല. മധുരത്തിനനുസരിച്ച് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ അളവനുസരിച്ച് ശർക്കര കൂടുതൽ ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കലക്കി വെച്ച മാവിൽ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ വിട്ടുപോയി. അത് കുറച്ച് ഏലക്കാപ്പൊടിയാണ് കേട്ടോ. അതും കൂടി ചേർക്കാം. ഒരു 1/2 സ്പൂണോ 1/4 സ്പൂണോളം ചെറിയ സ്പൂണിൽ ഏലക്കാപ്പൊടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ മാവ് നമുക്ക് നന്നായിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല സെറ്റായിട്ടുണ്ട്. സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്.
ഇതിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ തീയെ മീഡിയത്തിലേക്ക് വെക്കുക. എന്നിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും തീ മീഡിയത്തിലിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വശം നന്നായി മൊരിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഓരോ വശവും മൊരിയുന്നതനുസരിച്ച് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. കരിയാതെ നന്നായി ഉള്ളൊക്കെ വേവുന്ന രീതിയിൽ മറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ഈ മെത്തേഡിൽ തന്നെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രയും ഉണ്ണിയപ്പമാണ് 2 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.